അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് അനാവശ്യമായി ദൂർത്തടിക്കുന്ന, പണം ചെലവഴിക്കുന്ന ഭാര്യമാരുടെ 7 ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഗ്രഹനാഥനാണ്. എന്നാൽ ആ നട്ടെല്ലിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള മാംസളമായ ഭാഗമാണ് ആ വീടിൻ്റെ കുടുംബിനിയാകുന്ന അമ്മ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നവർ. അവരാണ് എങ്ങനെ ചെലവഴിക്കണം, എത്ര ചെലവഴിക്കണം, എന്തിനു വേണ്ടി ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു ദൂർത്തടിക്കുന്ന ഭാര്യയാണെങ്കിൽ, ഒരു ദൂർത്തടിക്കുന്ന കുടുംബിനിയാണെങ്കിൽ ആ കുടുംബം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ കുടുംബത്തിൽ ഒരിക്കലും സാമ്പത്തികമായൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ജീവിതകാലം മുഴുവനും കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി ജീവിക്കേണ്ടി വരും. ഈ ഒരൊറ്റ വ്യക്തിയുടെ ദുസ്വഭാവം കാരണം. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ ഈ പറയപ്പെടുന്ന 7 ലക്ഷണങ്ങൾ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കണം. കാരണം നിങ്ങൾ കരുതുമ്പോൾ ഇത് ചെറിയ കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് പോലും ഒന്നും നൽകാൻ കഴിയാതെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൺമുന്നിൽ തകർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിലേതെങ്കിലും ദുസ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം കൈകഴുകി നല്ല ഒരു കുടുംബിനിയായി, മാതൃകയുള്ളൊരു മാതാവായി, മാതൃകയുള്ളൊരു ഭാര്യയായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും സാമ്പത്തിക ഭദ്രത അല്ലാഹു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കടങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം, അനാവശ്യമായി ദൂർത്തടിക്കുന്ന, അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അൽ ഇസ്റാഫു ഫിസ്സീനതി വൽ മലാബിസി. അനാവശ്യമായി വസ്ത്രങ്ങൾ വാങ്ങുക എന്നതാണ്. അനാവശ്യമായി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുക എന്നതാണ്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അയൽവാസിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുത്തു, പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു, കുടുംബത്തിൽ എളാപ്പാൻ്റെ മകളെ, മൂത്താപ്പാൻ്റെ മകൻ്റെ കല്യാണത്തിന്, ഇങ്ങനെ നാട്ടിൽ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടോ അതിനൊക്കെ ഡ്രസ്സ് എടുക്കുക. ഏറ്റവും ഉയർന്ന വിലയുള്ള കൺമഷി വാങ്ങുക, അല്ലെങ്കിൽ മേക്കപ്പ് മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വാങ്ങുള്ളൂ. അങ്ങനത്തെ സ്ത്രീയാണോ നിങ്ങൾ? അങ്ങനത്തെ ഭാര്യയാണോ നിങ്ങൾ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുകയാണ്. ആവശ്യത്തിനു വേണ്ടി മാത്രമേ പണം ചെലവാക്കാവൂ. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, വലാ തുസ്രിഫു, നിങ്ങൾ ദൂർത്തടിക്കരുത്. നിങ്ങൾ ആവശ്യത്തിനു വേണ്ടി ചെലവാക്കിക്കോളൂ, നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഒരു വർഷത്തിൽ 15ഉം 20ഉം തവണ ഡ്രസ്സ് എടുക്കുക ഒരു മനുഷ്യനെ. ഓരോ കല്യാണത്തിനും എടുത്ത ഡ്രസ്സ് പിന്നെ ഇട്ടാലും നാട്ടുകാർ കാണുമ്പോൾ അവർ വിചാരിക്കൂലേ, എന്തിനാണ്, അവരെടുത്ത് പൈസ ഇല്ലായിട്ടാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഔറത്ത് മറക്കാനാണ് ഡ്രസ്സ്, മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനുള്ളതല്ല. നിങ്ങൾ പൊങ്ങച്ചം കാണിക്കും തോറും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരിമാരെ, രണ്ടാമത്തെ കാര്യം, ഇത്തിബാഉൽ മൗലതി ബിദൂനിൽ ഹാജ. ആവശ്യമില്ലാത്ത ഫാഷൻ്റെ പുറകെ പോവുക. ആവശ്യമില്ലാത്ത ഫാഷൻ അല്ലേ? ഐഫോൺ 16, 17, 18, 19 അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ പോവുക. ഈ ഫോൺ പോരാ അല്ലേ? ചില സ്ത്രീകൾ ഉണ്ടാവും, ഏത് കാലം കഴിഞ്ഞാലും എൻ്റെ ആവശ്യങ്ങളൊക്കെ ഈ ഫോണിൽ നടക്കുന്നുണ്ട്, എനിക്കിത് മതി. പല ആൾക്കാരും ഐഫോണൊക്കെ കൈപ്പിടിച്ച് നടക്കുന്നത് ലോണാണ്, EMI അടക്കുക, ഭർത്താവ് അടക്കുക. ഈ ഭാര്യ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്നതാണെങ്കിലും അനാവശ്യമായി പണം ചെലവഴിക്കരുത്. പുതിയ ഫോണിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വരുമ്പോൾ, പുതിയ മേക്കപ്പ് മെറ്റീരിയൽസ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോവുക, അത് വാങ്ങുക, എന്നിട്ട് അത് പകുതി ഉപയോഗിച്ചിട്ട് ഒഴിവാക്കുക, വീണ്ടും അടുത്തത് വാങ്ങുക. ഇങ്ങനെ പണത്തിൻ്റെ മൂല്യമറിയാതെ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങുക. ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഇങ്ങനെ ജീവിക്കുക, വല്ലാത്തൊരു ഭ്രമമുണ്ടാവുക. ഇങ്ങനെ ഉള്ള ആളാണ് നിങ്ങൾ എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ സ്വഭാവം മാറ്റിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ ദുസ്വഭാവം കാരണം നശിച്ചു പോകാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, അദമു തഖ്ദീരി ലിതഅബി സൗജി. ഭർത്താവിൻ്റെ അധ്വാനത്തിൻ്റെ
മൂല്യം കാണാതിരിക്കുക, അതിന് വില കൊടുക്കാതിരിക്കുക. പാവപ്പെട്ട മനുഷ്യൻ നാട്ടിലേക്ക് മാസത്തിൽ വർഷത്തിൽ ആകെ ഒരു മാസമാണ് വരുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് വരുന്നത്. 15, 16, 18 മണിക്കൂർ ഓവർ ടൈം ചെയ്തിട്ടാണ് അയാൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത്. മാസം മാസം വീട്ടിലേക്ക് അയക്കുന്ന ഓരോ രൂപക്കും അയാളുടെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടവളാണ് പ്രിയപ്പെട്ട കുടുംബിനിയായ ഭാര്യ. ഭർത്താവിൻ്റെ അധ്വാനത്തിന് മൂല്യം കൊടുക്കുന്നവളാവണം അല്ലേ? ചില ആൾക്കാർക്ക് ഒരു വിലയില്ല. അത് 15 മണിക്കൂറല്ലേ, അത് 18 മണിക്കൂറല്ലേ. അങ്ങനെ ഗൾഫിൽ നിന്ന് മാസം അവസാനമാകുന്ന സമയത്ത് അല്ലെങ്കിൽ തുടക്കമാകുന്ന സമയത്ത് സാലറി വരും, ബാങ്കിൽ പൈസ വന്നാൽ മതി. ആ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നു? 1 രൂപ കിട്ടണമെങ്കിൽ നല്ല പാടാ. 1000 രൂപ ഉണ്ടാക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം കളഞ്ഞിട്ടാണ് ഈ ഓരോ രൂപയും നമുക്ക് അയക്കുന്നത് എന്ന ഒരു ചിന്ത ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ ഉണ്ടാകും. എന്നാൽ പ്രിയമുള്ളവരെ, ഇനി സ്നേഹമുണ്ടെങ്കിലും ഭർത്താവിൻ്റെ അധ്വാനത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതെങ്കിലും ആ അധ്വാനത്തിൻ്റെ മൂല്യം, പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം ചെലവഴിക്കേണ്ടത്. ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദിയില്ലാത്തവന് അള്ളാന്റെ നന്ദി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അല്ലേ? നന്ദി, ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ അയക്കുന്നുണ്ടല്ലോ, ആ പൈസയിൽ നിന്ന് മിച്ചം പിടിക്കാനാണ് ഭാര്യ ശ്രമിക്കേണ്ടത്. അല്ലാതെ 100 രൂപ അയച്ചാൽ, 10,000 രൂപ അയച്ചാൽ ആ 10,000 രൂപയും ചെലവാക്കാം അല്ലേ? 1 രൂപ പോലും ബാലൻസ് ഇല്ലാതെ ചെലവാക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കുടുംബം ഭാവിയിൽ അവതാളത്തിലാകും. ഇനി 4ാമത്തെ കാര്യം, അത്തഫാഖുറു വൽ മുബാഹാതു ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കുന്ന ഭാര്യമാർ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനു ശയാത്തീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയണേ, അനാവശ്യമായിട്ട് ജനങ്ങൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വസ്തുക്കൾ വാങ്ങുക. കാറ് വാങ്ങണം. കാർ എന്തിനാണ്? യാത്ര ചെയ്യാൻ. 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാനുള്ള പൈസ കയ്യിലുള്ളൂ. എന്നാൽ അത് പോരാ. ഒരു ലോൺ എടുത്തിട്ട് ഒരു 15 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ, ഇവരുടെ മുമ്പിൽ ഒന്ന് ഗമയോടുകൂടെ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ നല്ല വിലയുള്ള വസ്ത്രം വാങ്ങുക. നമ്മൾ നേരത്തെ ഐഫോൺ പറഞ്ഞതുപോലെ 10,000 ഉറുപ്പിയുടെ ഫോൺ വാങ്ങാനുള്ള പൈസ കയ്യിലുള്ളൂ. എന്നിട്ട് 50,000-ൻ്റെയും 1 ലക്ഷത്തിൻ്റെയും ഫോണ് ലോൺ എടുത്തിട്ട് വാങ്ങാം. എന്തിനാണത്? എനിക്ക് ഐഫോണിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും ഉണ്ട്. അപ്പോൾ എനിക്കത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഗമയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ ശൈത്താന്റെ കൂട്ടുകാരാണ്, ശൈത്താന്റെ ആളുകളാണ്. കാരണം നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടിയിലാണ് നിങ്ങൾ തോണ്ടുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വാങ്ങരുത്. 1 ലക്ഷം ഒരു വലിയ നാട്ടിലെ വലിയൊരു സമ്പന്നനായൊരു മനുഷ്യൻ ബെൻസ് കാറിൽ പോകുന്നത് കാണുമ്പോൾ അത് പൊങ്ങച്ചാണെന്ന് പറയാൻ പറ്റുമോ? കാരണം അയാളുടെ വരുമാനത്തിന്റെ സമ്പത്തിന്റെ ചെറിയൊരു വിഹിതം കൊണ്ട് വാങ്ങിയ കാറാണ്. അപ്പം അതൊരു പൊങ്ങച്ചാന്ന് പറയാൻ പറ്റൂല. എന്നാൽ നേരെ മറിച്ച് ബെൻസ് പോയിട്ട് ഒരു ചെറിയ കാറ് വാങ്ങാനുള്ള പൈസ കയ്യിലുള്ളൂ, ആ കാറിന്റെ 4 ഇരട്ടി വിലയുള്ള കാറാണ് നമ്മൾ വാങ്ങുന്നത്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാതെ വലിയ മുതലാളിമാർ അയാളുടെ സമ്പത്തിനനുസരിച്ചിട്ടുള്ള കാറ് വാങ്ങുന്നതിനെ കുറിച്ചല്ല. അത് എല്ലാവർക്കും ബാധകമാണ്. ഓരോരുത്തർക്കും അവരുടേതായ വരുമാനമുണ്ട്, അതനുസരിച്ചിട്ടാണ് ഭാര്യ ചെലവാക്കേണ്ടത്. അപ്പൊ നല്ല ഭാര്യമാരാണെങ്കിൽ പൊങ്ങച്ചം കാണിക്കാത്ത, അവരെന്തെങ്കിലും കാണിക്കട്ടെ, അവരെന്തെങ്കിലും വസ്ത്രങ്ങൾ വാങ്ങട്ടെ. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നോക്കിയിട്ട്, എനിക്ക് ഈ ഫോൺ വേണോ, എനിക്ക് ഈ കാറ് വേണോ, ഈ വസ്ത്രം വേണോ, ഈ പരിപാടിക്ക് ഞാൻ വസ്ത്രം എടുക്കേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആവശ്യങ്ങൾ അറിഞ്ഞ് മാത്രമാണ് പണം ചെലവാക്കേണ്ടത്. അങ്ങനെയുള്ള സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. 5ാമത്തെ കാര്യം, അനാവശ്യമായി വസ്തുക്കൾ വാങ്ങുന്ന സ്വഭാവമാണ്. പ്രിയമുള്ള ഭാര്യമാരെ, പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങളാണ് വീട്ടിൽ പണം ചെലവഴിക്കുന്ന ആളുകൾ. അധ്വാനിക്കുന്ന ആൾ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു ജോലി സ്ഥലത്തായിരിക്കും. സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഈ സാധനങ്ങളൊക്കെ വേണോ, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകൂലേ? അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളല്ലാതെ അനാവശ്യം, അല്ലെങ്കിൽ ആവശ്യമെങ്കിലും വേണം, അതൊന്നുമില്ലാതെ അനാവശ്യമായി അല്ലെങ്കിൽ വാങ്ങുന്ന അളവ് കൂട്ടുക, അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക. ഇത് കഴിച്ചാലേ എനിക്ക് ഇറങ്ങൂ, അങ്ങനെയുള്ളൊരു ചിന്ത പാടില്ലല്ലോ. അപ്പോൾ അനാവശ്യമായി പണം ചെലവാക്കുക. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നല്ല പൈസ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെലവാക്കുന്നത് എന്നുള്ള ന്യായം പാടില്ല. കാരണം അധ്വാനത്തിൻ്റെ വിലയറിയുന്നവരാണെങ്കിൽ അത് ചെലവാക്കൂല. ഇനി അടുത്തതാണ് ഭക്ഷണം വെറുതെ കളയുക. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അനാവശ്യമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട്, വിരുന്ന് വരുന്ന ആളുകൾക്ക് എത്ര കഴിച്ചാലും ഏതെങ്കിലും ഒന്ന് കഴിക്കുമ്പോഴേക്ക് അവരുടെ വയറ് നിറയും.
ആവശ്യമുള്ളത് ഉണ്ടാക്കുക. പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഞാൻ നല്ല കുക്കാണ്, അല്ലെങ്കിൽ നല്ല പാകം ചെയ്യാൻ അറിയുന്ന ആളാണ്, ഞങ്ങൾ നല്ല ഭക്ഷണപ്രിയരാണ്, അല്ലെങ്കിൽ ആതിഥേയ മര്യാദകൾ പാലിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റാക്കി കളയാം. വരുന്ന ആളുകളുടെ വയറ്റിൽ കൊള്ളുന്നത് മാത്രമേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ വിഭവങ്ങളുടെ എണ്ണം കൂട്ടുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ അവരെ കൊണ്ട് കഴിക്കാൻ കഴിയോ, ഇതൊക്കെ അവരെ കൊണ്ട് ഭക്ഷിക്കാൻ കഴിയോ എന്നുള്ളൊരു ചിന്തയോടുകൂടി ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക. ചില സ്ത്രീകളുണ്ടാവും ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ പരിപാടി കഴിഞ്ഞാലും ഒരുപാട് ബാക്കി, അയൽവാസികൾക്ക് കൊടുത്താലും വീണ്ടും ബാക്കി, പിന്നെ അത് കളയേണ്ട അവസ്ഥയുണ്ടാകും. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിവേരാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏഴാമത്തെ കാര്യം അദമുൽ ഇദ്ഖാരി ലിൽ മുസ്തഖ്ബലി. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഭാവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബാലൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ശേഖരിച്ചു വെക്കുക, സമ്പത്ത് ശേഖരിച്ചു വെക്കുക. ഭർത്താവ് 10,000 രൂപയാണ് മാസം അയക്കുന്നതെങ്കിൽ 8,000 രൂപ ചെലവഴിച്ചിട്ട് ബാക്കി 2,000 രൂപ എടുത്തു വെക്കുക. 1,00,000 രൂപയാണ് അയക്കുന്നതെങ്കിൽ ഒരു 25,000 രൂപയെങ്കിലും എടുത്തു വെക്കുക. എന്നിട്ട് അത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വീണ്ടും കുടുംബത്തിന് എന്തെങ്കിലും ഭാവിയിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി എടുത്തു വെക്കുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം തകർന്നു പോകും. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ അനാവശ്യമായി പണം ചെലവഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളും അങ്ങനെയായി മാറും. നിങ്ങൾ ധൂർത്തടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളും അങ്ങനെയായി മാറും. ഒരു സ്ത്രീ, ഒരു കുടുംബിനി, ഒരു പെണ്ണ്, ഒരു ഭാര്യ ധൂർത്തടിക്കുന്നവർ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ട് എങ്കിൽ ആ കുടുംബം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ കുടുംബം ഭാവിയിൽ തകർന്നു പോകും. ഇപ്പോഴെത്ര വരുമാനമുണ്ടെങ്കിലും എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ അസുഖമോ എന്തെങ്കിലും പ്രതിസന്ധികളോ വരുമ്പോൾ ആ കുടുംബം മുഴുവനും വലിയൊരു കയത്തിലേക്ക് ആണ്ടുപോകും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, ഈ പറയപ്പെട്ട 7 സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു തണലായി നിങ്ങൾ മാറണം. ഒരു കുടുംബത്തിൻ്റെ സുരക്ഷാ കവചമായി നിങ്ങൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.